തിയറി എക്സാം നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ നിങ്ങളുടെ തിയറി എക്സാം എങ്ങനെയാണോ നിങ്ങൾ പോയിട്ട് എഴുതാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് സബ്ജക്റ്റ് വൈസ് അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മെയിൻ എക്സാം നടക്കുന്നത് അതുപോലെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര സമയം കിട്ടും, എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാണോ പ്രോപ്പർ നിങ്ങളുടെ തിയറി എക്സാം നടക്കുന്നത് അതിൻ്റെ അതേ മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റ് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നിമി മോക്ക് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നിമി മോക്ക് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പം ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന നിമി മോക്ക് ടെസ്റ്റ് ഓൾ ITI ട്രേഡ്സ് NCVT ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ന്യൂ 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാണിക്കുന്ന ആ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഒരു വെബ് പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നിങ്ങൾ താഴെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ട്രേഡാണോ പഠിക്കുന്നത് ആ ട്രേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ താഴോട്ട് പോകുന്നതോറും ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ വെച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് അവർ പറയും. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഫസ്റ്റ് ഇയർ CBT മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാലാമതായിട്ടൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിനെയാണ്. ഇനി അതുപോലെ തന്നെ താഴെ പോയാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിനെയും കാണാൻ പറ്റും. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെക്കൻഡ് ഇയർ CBT മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയറിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ താഴെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ സെക്കൻഡ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻ 75 ടോട്ടൽ മാർക്ക് 150 മാർക്കാണ്. ആൻഡ് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഹിന്ദി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങളുടെ മെയിൻ എക്സാമിന് ഇംഗ്ലീഷിലും പ്ലസ് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളത്തിലും അവർ ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. ഇനി അതിൻ്റെ താഴെ പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് പേജിലോട്ട് എൻ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഇതിലും പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് തിയറിയിൽ നിന്ന് 44 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എംപ്ലോയബിലിറ്റി സ്കില്ലിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് നമുക്ക് മൊത്തം സമയം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ട്രേഡ് തിയറിയും വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും കൂടെ കൂട്ടിയിട്ട് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക 100 മാർക്കിന്. എംപ്ലോയബിലിറ്റി സ്കിൽ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതാണ് നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ എക്സാക്റ്റ് പേജ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ ട്രേഡ് തിയറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് താഴെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ക്ലിക്ക് ചെയ്താൽ അതിലൊരു 6 ക്വസ്റ്റ്യൻസ്, എംപ്ലോയബിലിറ്റി സ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിലൊരു 25 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് ഉള്ളത്. ഫസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ട്രേഡ് തിയറിയാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് വേണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. അതിലുള്ള ഫസ്റ്റ് 1 ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. കണ്ടോ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഹൂസ് സൈഡ് ഈസ് 18 സെൻറ്റിമീറ്റർ. ആൻഡ് നെക്സ്റ്റ് എംപ്ലോയബിലിറ്റി സ്കില്ല് നിങ്ങൾക്ക് ആദ്യം അറ്റൻഡ് ചെയ്യണമെങ്കിൽ എംപ്ലോയബിലിറ്റി സ്കില്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ 1 എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിച്ച് അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, പ്രീവിയസ് ക്വസ്റ്റ്യൻ വരും, ക്ലിയർ. ഇപ്പോൾ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്തു, ഇനി അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിയർ റെസ്പോൺസ് കൊടുത്താൽ അത് പോവും, വീണ്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ട്രേഡ് തിയറിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. വാട്ട് ഈസ് ദ ഡിഡക്ഷൻ ഫോർ ഓപ്പണിംഗ് കൺസിഡർ ഇൻ പ്ലാസ്റ്ററിംഗ് ആൻഡ് പോയിൻറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വാട്ട് ഈസ് ദ ഡിഡക്ഷൻ ഫോർ ഓപ്പണിംഗ് കൺസിഡർ ഇൻ പ്ലാസ്റ്ററിംഗ് ആൻഡ് പോയിൻറ്റിങ്ങിൽ എത്രയാണ് ഡിഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ് ടു 0.5 സ്ക്വയർ മീറ്റർ എന്നുള്ള ആൻസർ ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നിങ്ങൾ മാർക്ക് ചെയ്തത് കൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 പച്ച കളർ കാണിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളത് ഓൾറെഡി മാർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പം ഞാനൊരു ആൻസർ ഇപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കട്ട് കീ H ഏതിനുള്ള ഷോർട്ട് കട്ട് കീ ആണെന്നാണ് ചോദിച്ചത്. ഇപ്പം ഞാൻ ഹാച്ച് കൊടുത്തെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് ഡൗട്ട് ഉണ്ട് ഹാച്ച് തന്നെയാണോ എന്നുള്ളത്. എന്നാലും ഞാൻ ഹാച്ച് എഴുതിയിട്ടുണ്ട്. ഇനി എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും പോയിട്ട് അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ മേലെ, ആ ബുക്ക് മാർക്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും കൂടെ ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊരു
ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നൊന്നുമില്ല, പക്ഷേ എനിക്കിത് പിന്നീട് നോക്കണം, എനിക്കിത് ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ഞാനിത് ബുക്ക് മാർക്ക് കൊടുക്കും. അപ്പോൾ അത് റെഡ് കളറിലാണ് വന്നത്, അതിനർത്ഥം ഞാനത് എഴുതിയിട്ടില്ല, പക്ഷേ എനിക്കത് പിന്നീട് പോയി നോക്കണം, അതാണ് റെഡ് കളറുള്ളത്. ഇനി ഞാൻ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാതെ വിട്ടാൽ അത് സാധാ കളർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ആഷ് കളറിൽ അവിടെ കാണിക്കും. അപ്പോൾ ഗ്രീൻ കളർ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ബുക്ക് മാർക്ക് വിത്ത് ആൻസർ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് വീണ്ടും ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ബുക്ക് മാർക്ക് നോട്ട് ആൻസർ ആണെങ്കിൽ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് വീണ്ടും പോയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നോട്ട് ആൻസേർഡ് ആണെങ്കിൽ ഒരു ആഷ് കളറിൽ കാണിക്കും. അപ്പോൾ എത്ര എണ്ണം നിങ്ങൾ മൊത്തം അറ്റൻഡ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അറ്റൻഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ അവർ അവിടെ കൊടുക്കുന്നുണ്ടാവും. കണ്ടോ, ആൻസേർഡ് ആയിട്ടുള്ളത് 3 എണ്ണമാണ്, നോട്ട് ആൻസേർഡ് 72 ആണ്, ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും നെക്സ്റ്റ് പേജിൽ. ഇനി ഫിനിഷ് ആൻഡ് സബ്മിറ്റ് ദ ടെസ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. എക്സാം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നതിൽ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് പേജ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ചെണ്ണം അറ്റൻഡ് ചെയ്തുള്ളൂ. ഇപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കറക്റ്റായി, എത്ര എണ്ണം തെറ്റിപ്പോയി. ടോട്ടൽ മാർക്ക് 88 ആണ്. അതിലെനിക്ക് കിട്ടിയത് 44 മാർക്കാണ് തിയറിയിൽ. ആൻഡ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ എത്ര കിട്ടിയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഷോ ആൻസർ കീ എന്ന് കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കീയും കിട്ടും. ഇനി നിങ്ങൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് പോയിട്ട് നോക്കണമെങ്കിൽ ലാസ്റ്റ് ഈ ഷോ ആൻസർ കീ കൊടുത്താൽ, ഇപ്പം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഡക്ഷൻ ഫോർ ഓപ്പണിംഗ് കൺസിഡർ ഇൻ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ്, അപ്പോൾ അപ് ടു 0.5 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് കൊടുത്താൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്നുള്ളത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഷോർട്ട് കട്ട് കീ എച്ച്. അപ്പോൾ അതിൻ്റെ ആൻസർ ഹാച്ച് ആണ്. അപ്പോൾ അത് കറക്റ്റ് ആൻസർ അതാണ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർ എർത്ത്ക്വേക്ക് ടു ക്രിയേറ്റ് എ ഫ്ലെക്സിബിൾ ഫൗണ്ടേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് അറ്റൻഡർ ആണ്. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓൺലി ദ ബേസ് മൂവ്സ് വൈൽ ദ സ്ട്രക്ചർ റിമെയിൻസ് സ്റ്റഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോവിങ് റൂം ഈസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് നീഡ് മോർ എയർ ചേഞ്ചസ് പെർ ഹവർ വൈൽ കമ്പയറിംഗ് ടു ബെഡ്റൂം ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അതിൻ്റെ ആൻസർ കിച്ചൺ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടു റേസ് ദ വാട്ടർ ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഡൗട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഡിസൈനാണിത്. അതായത് നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എക്സാം പോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്കിത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം വരെ ഇതുപോലെ സബ്ജക്റ്റ് വൈസ് മാത്രം അറ്റൻഡ് ചെയ്ത് നോക്കാണ്ട് ഇതുപോലെ മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മിക്സ്ഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുകയും ഫെമിലിയർ ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.